ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും കൂടുതൽ മെസ്സേജുകളും അതേപോലെ തന്നെ സംശയങ്ങളും കോളുകളും ഒക്കെ കൂടെ ആയിട്ട് LPUPക്കാർ നെട്ടോട്ടം ഓടുന്ന, അതായത് മനസ്സിൽ ചെറിയൊരു തീയിട്ട പോലുള്ള ഒരു അവസ്ഥയായിരുന്നു ഇന്ന് കുറേ പേർക്ക്. അതിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ കാണുന്നത്. LPUP അപേക്ഷിക്കാൻ ജൂൺ 16 വരെ ഒരിക്കൽ കൂടി അവസരം. അവസാനം നടന്ന ടെറ്റ് പരീക്ഷ വിജയിച്ചവർക്കും അപേക്ഷിക്കുക. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ്. ഇന്ന് എന്താണ് സത്യത്തിൽ വന്നത്, എന്തുകൊണ്ടാണ് ഇന്ന് LPUPയുടെ നോട്ടിഫിക്കേഷൻ, പഴയ നോട്ടിഫിക്കേഷൻ LPUP രണ്ടും വീണ്ടും ഓപ്പൺ ആയിട്ട് 16-ാം തീയതി വരെ അപേക്ഷിക്കാൻ ആർക്കാണ് സമയം, ആരാണ് അപേക്ഷിക്കേണ്ടത്, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആ വന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് PSCയുടെ ആ ഒരു കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം എന്നാണ്. അതായത് ഡിസംബർ മാസത്തിൽ LPUP നോട്ടിഫിക്കേഷൻ ചെയ്ത സമയത്ത് അതിൽ വിട്ടുപോയ ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളം പഠിക്കാത്തതോ പഠന മാധ്യമം മലയാളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഓർഡറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2018 ഒരു ഓർഡറിന്റെ നമ്പർ സഹിതം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെയോ 2023 ഫെബ്രുവരി 24-ാം തീയതി അടുത്ത ഒരു ഓർഡർ ഇറക്കി, അതിന്റെ നമ്പറും തന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം 2023 ജൂൺ 28-ാം തീയതി ഒരു ഓർഡർ ഇറക്കിയത്. ഇതിന്റെ 3ന്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ കൂട്ടിച്ചേർക്കൽ നടന്നത്. സോ ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 2018 മുമ്പാണെങ്കിൽ പാർട്ട് 1-ലോ അല്ലെങ്കിൽ പാർട്ട് 2-ലോ ഒന്നുകിൽ 10-ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ 10-ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിരിക്കണം. അവർക്ക് മാത്രമേ LPUP എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ 2018 ഒരു ഓർഡർ വന്നു. ആ 2018 ഓർഡർ ആണിത്. അതിൽ പറയുന്നത് എന്താ, അതില് എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇനി സെക്കൻഡറി തലത്തിൽ ഈ പറയുന്ന മലയാളം പഠിച്ചിട്ടില്ല, മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ പറയുന്നതാണ് ഏത്, ബിരുദാനന്തര അല്ലെങ്കിൽ അധ്യാപക ട്രെയിനിങ് യോഗ്യതാ തലങ്ങളിൽ ഏതെങ്കിലും ഒരു തലത്തിൽ എന്ത് ചെയ്താൽ മതി, മലയാളം റെഗുലർ ആയിട്ട് ഒരു ഭാഷയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി LPUP അപ്ലൈ ചെയ്യാം എന്നെന്ത് ചെയ്തു, അഡീഷണൽ ആയിട്ട് ഒന്നുകൂടെ കൊണ്ടുവന്ന് 2018 ഒരു ഓർഡർ ഇറക്കി. ഇതേ സാധനം അടുത്ത നമ്മൾ കണ്ട ഓർഡർ ആയിരുന്നു 2023 ഫെബ്രുവരി 24-ാം തീയതി. ഈ തൊട്ട് മുന്നേ അഡീഷണൽ ആയിട്ട് കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ ഉയർന്ന തലത്തിൽ മലയാളം പഠിച്ചവർക്ക് എഴുതാമെന്ന് പറഞ്ഞു കൊടുത്തല്ലോ, അതങ്ങോട്ട് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു ഏത്, ഈ 2023 ഫെബ്രുവരി 24-ാം തീയതി. അതാണ് ഈ പറയുന്നത്, പാർട്ട് 1-ലോ അല്ലെങ്കിൽ പാർട്ട് 2-ലോ പഠന മാധ്യമമായോ പഠിച്ചിട്ടുള്ളവരെ LPUP അധ്യാപകരായി നിയമിക്കുന്നതാകും ഉചിതമെന്ന് കാണുന്നതിനാൽ 2018 ആ സംഭവം റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, അഡീഷണൽ ആയിട്ട് കുറച്ച് ആളുകൾക്ക് ഉയർന്ന തലത്തിൽ മലയാളം പഠിച്ചാലും മതി എന്ന് പറഞ്ഞു. 2023 ഫെബ്രുവരിയിൽ അത് എന്ത് ചെയ്തു, അത് അങ്ങോട്ട് റദ്ദാക്കി. എന്നാൽ ജൂൺ മാസത്തിൽ 28/6/2023 വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ഒരു ഉത്തരവ് ഇറക്കുന്നു. എന്ത്, ഈ റദ്ദാക്കിയ നടപടി അങ്ങനെ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് കോഴ്സിൽ ചേർന്ന ആളുകളോട് ചെയ്യുന്നത് അനീതിയാണ് എന്നുള്ളത് സർക്കാരിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് വീണ്ടും അത് പുതുക്കി സ്ഥാപിക്കുന്നതാണ് ഏത്, ഈ പറയുന്ന 28/6/2023 വന്നത്. അപ്പൊ 28/6/2023 പ്രകാരം ഈ അഡീഷണൽ ആയിട്ട് ഉയർന്ന തലത്തിൽ മലയാളം പഠിച്ചവർക്ക് എഴുതാമെന്ന് പറഞ്ഞത് പുനർസ്ഥാപിച്ചു. എന്നാൽ അതിനെ മൈൻഡ് ചെയ്യാതെ PSC 2023 ഡിസംബറിൽ LPUP നോട്ടിഫിക്കേഷൻ ഇറക്കിയപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ജൂൺ 28 ഈ കാര്യം അതിൽ പറഞ്ഞില്ല. ആ റദ്ദ് ചെയ്തത് വരെയുള്ളത് പ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്തു, കേസിന് പോവുകയും ചെയ്തു. ലാസ്റ്റ് എന്ത് ചെയ്തു, കോടതി ഇത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആര് ചെയ്യേണ്ട പണിയാണിത്, സർക്കാർ ഉത്തരവ് കേരള PSCക്കും ബാധകമാണ്. ജൂണിൽ ഇറക്കിയ സാധനം ഡിസംബർ ആയിട്ടും PSC അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് PSCയുടെ മിസ്റ്റേക്കാ. സോ ആ PSC ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി ഇപ്പൊ ചെയ്ത പരിപാടിയാണ് എന്ത്, ആ മലയാള മാധ്യമവുമായി ബന്ധപ്പെട്ട ആ സാധനം എന്ത് ചെയ്തു, വീണ്ടും പുനർസ്ഥാപിച്ചുകൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനവുമായിട്ട് ഏത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, LPUP അപേക്ഷിക്കാനുള്ള
ആ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. സോ ഇത് വെച്ചിട്ട് പുതുതായിട്ട് കേട്ടറ്റ് നേടിയവരുടെ നേരെ അപ്ലൈ നൗ, ഇപ്പൊ ആര് നോക്കിയാലും എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്ന് കാണിക്കും. അപ്ലൈ നൗ എന്ന് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്താലും ഇത് വെരിഫിക്കേഷൻ സമയത്ത് 100% റിജക്ട് ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ 10-11 വർഷത്തിനുള്ളിൽ ഇങ്ങനെ റിജക്ട് ചെയ്ത കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം നടത്തിയിട്ട് പോയി പരീക്ഷയും എഴുതി ലിസ്റ്റിലും വന്നിട്ട് വെരിഫിക്കേഷന്റെ സമയത്ത് അവർക്കൊരു പേപ്പർ വന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ അപേക്ഷിക്കേണ്ട ഡേറ്റിൽ അപേക്ഷിച്ചിട്ടില്ല, പിന്നീട് ഈ ഒരു സെക്ഷൻസിന് മാത്രം ഓപ്പൺ ചെയ്തു കൊടുത്തപ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, റിജക്ഷൻ പേപ്പർ വന്നത് എത്രയോ എണ്ണം ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഈ പറയുന്ന ലാസ്റ്റ് കേട്ടിട്ട് പാസ്സായ ആളുകൾ ഇമാതിരി പോസ്റ്റും കണ്ടിട്ട് വെറുതെ എന്ത് ചെയ്യണ്ട, ഇതിൽ കയറി അപ്ലൈ ചെയ്തിട്ട് അഥവാ ലിസ്റ്റിൽ വന്ന് നിങ്ങൾ വെറുതെ പ്രതീക്ഷയും കൊണ്ട് പലരും പല ന്യൂസും അടിച്ചിറക്കിയതുകൊണ്ട് പല വീഡിയോസിലാണെങ്കിലും അതേപോലെ തന്നെ പല ഇതുപോലത്തെ മെസ്സേജസിലാണെങ്കിലും ഒക്കെ ചിലപ്പോൾ റിജക്ട് ചെയ്തില്ലെങ്കിലോ ചിലപ്പോൾ കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതും കണ്ടു. ഇത് ആനമയിൽ ഒട്ടകം പരിപാടിയൊന്നും അല്ല. അത് ചിലപ്പോൾ കിട്ടിയാലോ ചിലപ്പോൾ കിട്ടിയില്ലോ. ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പുതിയ കേഡറ്റ് നേടിയ ആളുകൾ അവര് LP-UPക്ക് അപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ LDക്ക് നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. എന്നിട്ട് അവരിപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കാണുന്ന സമയത്ത് പോയിട്ട് എന്ത് ചെയ്യും, അവർ ഇതിന് അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഇനി ചിലപ്പോൾ എനിക്ക് എഴുതി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ ചാൻസ് പോണതായിരുതാ, ഈ ഒരു LDക്ക് പഠിച്ച പഠനം കൊണ്ട് ഇവരങ്ങോട്ട് ലിസ്റ്റിൽ വരികയും ചെയ്യും. എന്നിട്ട് ഇവർ വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ ഇവരത് അങ്ങ് റിജക്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇതേ സ്ഥാനത്ത് എല്ലാ യോഗ്യതയും കാര്യങ്ങളുള്ള യഥാർത്ഥ LP-UPക്കാരൻ കയറേണ്ട സ്ഥാനത്ത് കയറിയിട്ട് റിജക്റ്റ് ആയിട്ട് പുറത്താക്കുക, മറ്റൊരാളുടെ ചാൻസും കൂടെ കളയുക. അത് ഏത് പോളിസിയാ? പ്രേമലൂർ പറയുന്നുണ്ടല്ലോ, എനിക്കോ കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, നിനക്കും കിട്ടൂല എന്ന് പറയുന്നുണ്ടല്ലോ, ആ പോളിസിയാണ്. സോ ഇവിടെ വെറുതെ നിലവിൽ അപ്ലൈ ചെയ്തവരാരും ഈ ഒരു അറിയിപ്പിനെ മൈൻഡ് ചെയ്യാനോ ഒന്നിനും നിൽക്കണ്ട. ഈ ലാംഗ്വേജിന്റെ വിഷയവുമായിട്ട് ആരെങ്കിലും ഉയർന്ന തലത്തിൽ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ BSc അനുവദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് പഠിച്ചോളുക. അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ ഡിസ്കഷനാണ്, ഇനിയിപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് പരീക്ഷ ഒരു മാസം നീട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ചർച്ച. പരീക്ഷ നീട്ടാനൊന്നും പോണില്ല. ഇത് വളരെ കുറച്ച് ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്. സോ ഇമാതിരി ഓർഡറുകൾ കാണാതെ വെറുതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ അതും ഇതും പടച്ചു വിടരുത് എന്നൊരു അപേക്ഷയും കൂടി എന്ത് ചെയ്യാണ് ഇതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ സാധാരണ പോയി ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഈ പറയുന്ന കേട്ടിട്ട് എഴുതിയ ഉദ്യോഗാർത്ഥികൾ, ലാസ്റ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികൾ ഇതിന് കയറി അപ്ലൈ ചെയ്തിട്ട് അവർക്ക് പ്രതീക്ഷയും കൊടുത്ത് ലാസ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള വേദന എന്താണ് എന്നുള്ളത് ആ റിജക്റ്റ് ചെയ്യപ്പെട്ടവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. സോ നിലവിലുള്ള LP-UPക്കാർ ഇതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട. പുതിയ കേട്ടറ്റുകാർ പാസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ അപ്ലൈ ചെയ്യണമായിരുന്നു. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കേട്ടറ്റ് നേടണമായിരുന്നു. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് ഈ ഒരു ലാംഗ്വേജിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം. താങ്ക് യു.